അപ്പോൾ ലീച്ച് തെറാപ്പി അഥവാ രക്തമോക്ഷം എന്നത് ആയുർവേദത്തിലെ പഞ്ചകർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ്. രക്തമോക്ഷത്തിനായി അട്ടകളെ ഉപയോഗിക്കുന്ന രീതിയെ ആയുർവേദത്തിൽ ജളൂകാവചരണമെന്നും യുനാനി ചികിത്സയിൽ ഇലാജ് ബിൽ അലക്ക് എന്നും അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് വെരിക്കോസ് അൾസേഴ്സ്, മുഖക്കുരു, സ്കിൻ ഡിസീസസ്, അതുപോലെ മസ്കുലോസ്കെലറ്റൽ ഇഞ്ചുറീസ്, ടെന്നീസ് എൽബോ, ലിഗമെന്റ് ഇഞ്ചുറീസ്, വാതരക്ത അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നിങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് അട്ടചികിത്സ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു കളയാനും ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്നതിനുമായി രോഗബാധിതമായ പ്രദേശത്ത് ഔഷധ അട്ടകൾ ഉപയോഗിക്കുന്നു. വിഷമില്ലാത്ത ഇനം അട്ടകളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന അട്ടകളെ പ്രത്യേകമായി വളർത്തുകയും നിയന്ത്രിതമായ സാഹചര്യത്തിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അവ ദോഷകരമായ രോഗങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തെറാപ്പിക്ക് വേണ്ടിയുള്ള അട്ടകളെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത അട്ടകളെ കുറച്ചു നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് അവയെ ആക്റ്റീവ് ആകാൻ അനുവദിക്കുന്നു. അല്പസമയം ആക്റ്റീവ് ആയതിനു ശേഷം ഈ അട്ടകളെ കടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ബ്ലീഡിംഗ് സ്പോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെയുള്ള ടാർഗറ്റ് ഏരിയയിൽ അട്ടയെ വെച്ച് കൊടുക്കുന്നു. അവിടെ അവ സ്വയം അറ്റാച്ച് ചെയ്ത് അശുദ്ധ രക്തം വലിച്ചു കുടിക്കാൻ തുടങ്ങുന്നു. ഈ അട്ടകൾ ആന്റികോയാഗുലൻ ഗുണങ്ങളുള്ള ചില എൻസൈമുകളെ ഈ സമയത്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. 20 മുതൽ 45 മിനിറ്റ് വരെയാണ് അട്ടയ്ക്ക് യഥേഷ്ടം രക്തം കുടിക്കാൻ അനുവദിക്കുക. ഒന്നുകിൽ അവ തന്നെ ബ്ലീഡിംഗ് സ്പോട്ടിൽ നിന്ന് വിട്ടുപോരാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയിട്ട് അവയെ വിടിക്കുകയും ചെയ്യാം. അങ്ങനെ വിട്ട് കിട്ടുന്ന അട്ടകളെ വീണ്ടും കുറച്ച് ഉപ്പ് പൊടിയിട്ടും മഞ്ഞൾപ്പൊടിയും ഇട്ട് അവ സക്ക് ചെയ്തെടുത്ത എല്ലാ അശുദ്ധ രക്തവും അവയെ കൊണ്ട് തന്നെ വൊമിറ്റ് ചെയ്യിപ്പിക്കുന്നു. അട്ട രക്തം കുടിച്ചതിന് ശേഷം അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഹിറുഡിൻ എന്ന രാസവസ്തു മുറിവിൽ പ്രയോഗിക്കുന്നു. ഇത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമാവുകയും നിയന്ത്രിത അളവിൽ രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആധുനിക ശാസ്ത്രത്തിൽ പോലും പല ചികിത്സയിലും പ്ലാസ്റ്റിക് സർജറിയിലും അട്ടചികിത്സ കൂടുതൽ സഹായകമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അട്ടയെ വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കിടക്കാൻ അനുവദിക്കുന്നു. രക്തം കുടിച്ച് വൊമിറ്റ് ചെയ്യിപ്പിച്ച് ഇത്രയും വലിയ പ്രൊസീജിയർ നേരിട്ട അട്ടകൾ തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിലാണിപ്പോൾ കാണുന്നത്. അല്പസമയം അങ്ങനെ ഇട്ടതിന് ശേഷം പുതിയ കുപ്പിയിലേക്ക് ഈ അട്ടകളെ മാറ്റുന്നു. ഓരോ 3 ദിവസം കൂടുമ്പോഴും ഇതിലെ വെള്ളം മാറ്റി കൊടുക്കുകയും 7 ദിവസം കൂടുമ്പോൾ കുപ്പി മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു തെറാപ്പിക്ക് യൂസ് ചെയ്ത അട്ടകളെ 2-3 ആഴ്ച പട്ടിണിക്കിടുന്നു. വീണ്ടും അത് അപ്പോഴേക്കും നല്ല ആക്റ്റീവായി അടുത്ത പ്രൊസീജിയറിന് തയ്യാറാവുന്നു. ഇങ്ങനെയാണ് ഇവിടെ ലീച്ച് തെറാപ്പി ചെയ്യുന്നത്.